ഹായ്, SJTutorialsLive സ്വാഗതം. ഇന്നലെ നമ്മൾ എടുത്തു വെച്ചതിൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതാവും ഉചിതം എന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് ഞാൻ ഒരു പുതിയ പ്രോബ്ലവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതിൻ്റെ നോട്ട് പ്രിപ്പറേഷനുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അതേപോലെ തന്നെ ചെയ്യുകയാണ്. ഒന്നും കൂടിയും അതിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി മനസ്സിലാകുന്നതിന് വേണ്ടി പ്രോബ്ലം ബോർഡുമിലുണ്ട്. നമുക്ക് പ്രോബ്ലം ഒന്ന് പരിചയപ്പെടാം. പ്രോബ്ലം തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ഓഫ് ഇൻഫോ സൊല്യൂഷൻ ലിമിറ്റഡിൻ്റെ ആസ് ഓൺ 31/3/2015 ഒരു ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കുക, ഇൻഫോ സൊല്യൂഷൻ ആണ്. ഇൻഫോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്, സർവീസ് നൽകുന്ന ഇൻഡസ്ട്രിയാണ്. സർവീസ് ഇൻഡസ്ട്രി ആകുമ്പോൾ അതിൽ സെയിൽസോ സ്റ്റോക്കോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ അതൊന്നും ഇല്ല, അതൊക്കെ സർവീസ് കമ്പനിയാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഒരു ട്രയൽ ബാലൻസ് അവിടെ തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം കൺസൾട്ടൻസി കണ്ടോ, അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഒരു സർവീസ് കമ്പനിയുടെ വരുമാനം എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൺസൾട്ടൻസിയുടെയോ സോഫ്റ്റ്വെയർ വിറ്റതിലൂടെയോ അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റിലൂടെയോ ഒക്കെയാണ് ലഭിക്കുക. അതാണ് എൻ്റെ വരുമാനം. ഇൻകം ഫ്രം കൺസൾട്ടൻസി, ഇൻകം ഫ്രം പ്രോജക്റ്റ്, ഇൻകം ഫ്രം പ്രോഗ്രാമിംഗ്, ഇക്വിറ്റി ഷെയർസ്, ജനറൽ റിസർവ് ലോൺ. അതേപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ സാലറി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, റിപ്പയർ, ജനറൽ എക്സ്പെൻസ്, കമ്പ്യൂട്ടർ, ആക്സസറീസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. അതേപോലെ അതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 8% ഉണ്ട്. ടാക്സേഷൻ 30% കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മേലും ഡിപ്രീസിയേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ മേലും ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 20% പ്രപ്പോസ് ഡിവിഡൻറ്റിൻ്റെ മേലിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒരു കൺസൾട്ടൻസി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രീൻ്റെ ഇത് സെയിൽസോ പർച്ചേസോ ഒന്നും ഉണ്ടാവില്ല. അതിനനുസരിച്ചുള്ള ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന കാര്യം സ്റ്റേറ്റ്മെൻറ്റിൽ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രാവശ്യം എടുത്താൽ മതി. അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന കാര്യം നമ്മൾ എല്ലാ പ്രാവശ്യവും ആരുടെ ഇത് ചെയ്യുകയാണെങ്കിലും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ചെയ്യുകയാണെങ്കിലും 2 പ്രാവശ്യം നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് for the year ended 31/3/2015 31/3/2015 അവസാനിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ എന്നിട്ട് വരക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രീവിയസ് ഇയറിന് ഒരു കോളം കൂടിയും കൊടുത്തിരുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ പ്രീവിയസ് ഇയറിന് കോളം കൊടുക്കുന്നില്ല. സ്ഥലപരിമിതി കാരണമാണ് പ്രീവിയസ് ഇയറിന് നമ്മൾ കോളം കൊടുക്കണം. ഇവിടെ ഒരു പ്രീവിയസ് കോളം കൂടി നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം അത് വരക്കുന്നില്ല, അത് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു നോട്ടിനൊരു കോളം, നോട്ട് നമ്പർ, ഐറ്റംസ് എഴുതാൻ, പർട്ടിക്കുലേഴ്സ് എഴുതാൻ ഒരു കോളം, ദെൻ ഫിഗേഴ്സ് ആസ് ഓൺ എന്നൊക്കത്തത് 31/3/2015 ഒരു ഫിഗർ. ദെൻ ഇവിടെ ഒരു കോളം ഉണ്ടാവും. എന്തുണ്ടാവും? 31/3/2014 എന്നുണ്ടാവും. അത് നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, അതിന് 31/3/2014 ഇൻഫർമേഷൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല. അപ്പോൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് എന്താ? റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നാണ്. ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. നമുക്കറിയാം, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇത് നമ്മൾ എഴുതിയിരുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ എഴുതിയിരുന്നത് സാധാരണഗതിയിൽ എഴുതിയിരുന്നത് സെയിൽസ് ആണ് എഴുതിയിരുന്നത്. സെയിൽസിന് എക്സൈസ് ഡ്യൂട്ടി കുറച്ചതിന് ശേഷമാണ് എഴുതിയിരുന്നത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവരുടെ റവന്യൂ എന്തായിരിക്കും? ഇവരുടെ റവന്യൂ, ഇവരൊരു സർവീസ് കമ്പനിയാണ്. ഇവരുടെ റവന്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? ഇൻകം ഫ്രം കൺസൾട്ടൻസി, ഇൻകം ഫ്രം പ്രൊജക്റ്റ്, ഇൻകം ഫ്രം ഇതാണ് ഇവരുടെ ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ എഴുതേണ്ടത്. അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 3 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നോട്ട് നമ്പർ 1 എന്നിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ ഇവിടെ വരക്കും. നമുക്കറിയാലോ ഒന്നാമത്തത് എന്താ? ഇൻകം ഫ്രം ഓപ്പറേഷൻ.
റവന്യൂ ഫ്രം ഓപ്പറേഷൻ. എന്നിട്ട് ഓരോന്നായിട്ട് എഴുതി വെക്കുക. ഏതാ? ഇൻകം ഫ്രം കൺസൾട്ടൻസി. കൺസൾട്ടൻസിയിൽ നിന്നുണ്ടായ വരുമാനം എത്ര? ഇൻകം ഫ്രം കൺസൾട്ടൻസി 13 ലക്ഷം. ദെൻ ഇൻകം ഫ്രം പ്രൊജക്റ്റിൽ നിന്നുണ്ടായ വരുമാനം 2,60,000. ദെൻ ഇൻകം ഫ്രം പ്രോഗ്രാമിംഗിൽ നിന്നുണ്ടായ വരുമാനം ഇൻകം ഫ്രം പ്രോഗ്രാമിംഗ് 3,70,000. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 19,30,000 എന്ന് കിട്ടും. ആ നെറ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് എടുത്ത് എഴുതണം. 19,30,000. അതാണ് ഇൻകം ഫ്രം ഓപ്പറേഷൻ. ദെൻ അത് രണ്ടാമത്തെ എഴുതേണ്ട അതർ ഇൻകം ആണ്. അതർ ഇൻകത്തിലാണ് നമ്മൾ അറിയാം റെന്റ് റിസീവ് ചെയ്തത്, പിന്നെ കമ്മീഷൻ റിസീവ് ചെയ്തത്, ഇൻട്രസ്റ്റ് കിട്ടിയതൊക്കെ എഴുതുക. കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടിയത് അങ്ങനെ ഒന്നും നമ്മളെ ക്വസ്റ്റ്യനിൽ അങ്ങനത്തെ ഒരു കാര്യവും പറയുന്നില്ല. അപ്പൊ അതില്ല, അതർ ഇൻകം ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ റവന്യൂ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ റവന്യൂ ടോട്ടൽ ചെയ്താ 19,30,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുന്ന ഏതാ? രണ്ടാമത്തെ സെക്ഷൻ എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താ? റോ മെറ്റീരിയൽ കൺസ്യൂമറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത്. ഓക്കെ, അത് ഇവിടെ ഇല്ല. നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആണ് എഴുതേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. അത് സാധാരണഗതിയിൽ ആരെ കേസിലാണ് വരിക? മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനിലാണ് വരിക. ദെൻ നെക്സ്റ്റ് എഴുതേണ്ടത് പർച്ചേസസ് ആണ്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. പർച്ചേസ് നമ്മളെ ക്വസ്റ്റ്യനിലില്ല. കാരണം ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൽ പർച്ചേസസ് ഇല്ല. അപ്പൊ അതും എഴുതാനില്ല. പിന്നെ ഉള്ളത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ആണ്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എങ്ങനെ എഴുതാം? ക്ലോസിംഗ് സ്റ്റോക്ക് വലുതും ഓപ്പണിംഗ് സ്റ്റോക്ക് ചെറുതാണെങ്കിൽ ഫിഗർ മൈനസ് ആയിട്ട് അത് എമൗണ്ട് കോളത്തിലേക്ക് എടുത്ത് എഴുതണം എന്ന് പറഞ്ഞു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ചെറുതും ഓപ്പണിംഗ് സ്റ്റോക്ക് വലുതുമാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ ആക്കിയിട്ട് എഴുതണം എന്ന് പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇല്ല. അപ്പൊ അതും നമ്മൾ എഴുതേണ്ടതില്ല. ഇനി എഴുതേണ്ടത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. അത് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിലാണ് എന്തെഴുതുക? എംപ്ലോയീസിന് കൊടുത്ത സാലറി, വേജസ്, എംപ്ലോയീസിന് VRS എടുക്കുന്ന സമയത്ത് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് ഇപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ എഴുതേണ്ടത്. ആ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ അതിന്റെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. നമ്മളെ ക്വസ്റ്റ്യനിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഏത് മാത്രമേ ഉള്ളൂ? നമ്മളെ ക്വസ്റ്റ്യനിൽ സാലറി മാത്രമേ ഉള്ളൂ. വേറെ ഒരു എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസും ഇല്ല, അതിന് ഔട്ട്സ്റ്റാൻഡിങ്ങും ഇല്ല. അപ്പൊ നമ്മൾ നോട്ടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. സാലറി എത്ര വെച്ചാൽ അതാണ്ട് എടുത്ത് എഴുതാം. 1,80,000 എന്ന് അങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അത് കിട്ടി. ദെൻ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഡിപ്രീസിയേഷൻ ആണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ ഇവിടെ ഉണ്ട്. ഡിപ്രീസിയേഷൻ ആണ് പിന്നെ എഴുതേണ്ടത്. ഡിപ്രീസിയേഷൻ നമ്മളെ ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം, രണ്ടാമത്തെ നോട്ട്. കാരണം ഡിപ്രീസിയേഷൻ താഴെ പറയുന്നുണ്ട് എന്താ? ഡിപ്രീസിയേഷൻ ഓൺ കമ്പ്യൂട്ടറിന്റെ മേലിൽ 10%, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ മേലിൽ 5% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിപ്രീസിയേഷന്റെ നോട്ട് നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ നോട്ട് ഏതാ? ഡിപ്രീസിയേഷൻ. രണ്ട് തരം ഡിപ്രീസിയേഷൻ ആണുള്ളത്. ഒന്ന് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ പേരിലും ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിന്റെ മേലിലും ഡിപ്രീസിയേഷൻ. അപ്പൊ നമുക്ക് എഴുതാം ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എത്ര ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ മേലിൽ ഡിപ്രീസിയേഷൻ ഉള്ളത്? അറ്റ് 5%. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ എമൗണ്ടിന്റെ മേലിൽ 5% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 5% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ 43,000 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ ഓൺ എന്തിന്റെ മേലിൽ? കമ്പ്യൂട്ടറിന്റെ മേലിൽ എത്ര ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളത്? 10%. 30,50,000 ആണ് കമ്പ്യൂട്ടറിന്റെ വില. അതിന്റെ 10% എങ്ങനെ കാണാം? 30,50,000 ഇൻറ്റു 10/100. അപ്പൊ എത്ര കിട്ടും? 3,05,000 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 34,08,000 എന്ന് കിട്ടും. ഓക്കെ, 3,48,000 എന്ന് കിട്ടും. ആ 3,48,000 ഡിപ്രീസിയേഷന്റെ നേരെ എഴുതാം.
ഇനി ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ലോണിന്റെ മേലിൽ ഇൻട്രസ്റ്റ് കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ്, ലോണിന്റെ ഇൻട്രസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന വല്ല എക്സ്പെൻസും ഉണ്ടെങ്കിൽ അതാണ് ഫിനാൻസ് കോസ്റ്റിൽ എഴുതേണ്ടത്. അതും നമ്മളെ ക്വസ്റ്റ്യനിൽ ഇല്ല. ഇവിടെ അത് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഒരു ഫിനാൻസ് കോസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ദെൻ അടുത്തത് എഴുതേണ്ടത് അതർ എക്സ്പെൻസ് ആണ്. അതർ എക്സ്പെൻസിൽ എന്തൊക്കെ എഴുതേണ്ടത്? അതർ എക്സ്പെൻസിൽ എഴുതേണ്ടത് റിപ്പയേഴ്സ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് ആൻഡ് ടാക്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസ്, റിട്ടേൺ ഓഫ് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് അതർ എക്സ്പെൻസിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതർ എക്സ്പെൻസുകൾ നമ്മളെ ക്വസ്റ്റ്യനിൽ കുറച്ചുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് അതർ എക്സ്പെൻസിൽ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്, റിപ്പയർ ഉണ്ട്, ജനറൽ എക്സ്പെൻസ് ഉണ്ട്, ഇത്രയും എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എവിടെ എഴുതാണ്ട്? അതർ എക്സ്പെൻസുകളിൽ എഴുതാണ്ട്. അപ്പോൾ നമുക്ക് അതർ എക്സ്പെൻസിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തേതായിട്ട് നമ്മൾ എന്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം? അതർ എക്സ്പെൻസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഏതാ മൂന്നാമത്തെ നോട്ട്? അതർ എക്സ്പെൻസസ്. ഇതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം മാത്രമേ താഴെ എഴുതാനേ പാടുള്ളൂ. അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ് തേർഡ് വൺ. അതർ എക്സ്പെൻസിൽ ആദ്യം എഴുതാൻ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വന്നത്, അഡ്മിനിസ്ട്രേഷൻ്റെ എക്സ്പെൻസ് വന്നത് 3,90,000 ആണ്. 3,90,000. ദെൻ അതിനോടുകൂടി ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്. എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്? 10,000. 3,90,000 10,000 കൂട്ടിയാൽ 4 ലക്ഷം. ദെൻ പിന്നെ അതിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റിപ്പയർ തന്നിട്ടുണ്ട്. റിപ്പയർ എത്രയാണ്? 1,60,000. ദെൻ ജനറൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ജനറൽ എക്സ്പെൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? ജനറൽ എക്സ്പെൻസ് തന്നിട്ടുള്ളത് 67,000 തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 6,27,000 എന്ന് കിട്ടും. 6,27,000. ഈ 6,27,000 എന്ത് ചെയ്യുക? അതിന്റെ നെറ്റ് എമൗണ്ട് എടുത്തിട്ട് അതർ എക്സ്പെൻസിന്റെ അവിടെ മൂന്നാമത്തെ നോട്ടിന്റെ നേരെ 6,27,000 എന്ന് എഴുതാം. 6,27,000 എന്ന് എഴുതും. ഇനി വല്ലതും എഴുതാനുണ്ടോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതാനുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വേറെ ഒന്നും എടുത്തെഴുതാനില്ല. എടുത്തെഴുതി. ഇനി നമുക്ക് പിന്നെ എന്ത് എഴുതാനുണ്ടാവുള്ളൂ? ടാക്സേഷൻ എഴുതാനുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എക്സ്പെൻസ് സൈഡ് കൂട്ടാം. ടോട്ടൽ എക്സ്പെൻസസ്. എക്സ്പെൻസിനെ നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 11,55,000 എന്ന് കിട്ടും. 11,55,000 എന്ന് കിട്ടും. ഓക്കെ, ഈ 11,55,000 നമുക്ക് എന്തുണ്ടാക്കണം? നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പൊ എഴുതാൻ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ്. എങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണുക? എക്സ്പെൻസിൽ നിന്നും റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് കുറച്ചാൽ മതി. 19,30,000 നിന്നും 11,55,000 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7,70,500 എന്ന് കിട്ടും. 7,70,500 എന്ന് കിട്ടും. 7,70,500 എന്ന് കിട്ടും. ഈ 7,70,500 നമ്മൾ എന്ത് ലെസ് ചെയ്യണം? ടാക്സ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യണം. ലെസ് ടാക്സ് എക്സ്പെൻസ്. എത്ര ടാക്സ് എക്സ്പെൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? ടാക്സ് എക്സ്പെൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 30%. എന്തിന്റെ 30% ടാക്സ് കാണുക? 7,70,500 30%. അപ്പൊ 7,70,500 ഇൻറ്റു 30, അതിന്റെ 30% കാണാം. 30% കാണാം. 7,70,500 30% എന്ന് പറയുന്നത് എത്ര കിട്ടും? 2,32,500 എന്ന് കിട്ടും. 2,32,500 എന്ന് കിട്ടും. ഈ 2,32,500 7,70,500 എന്ന് കുറച്ചാൽ എന്ത് കിട്ടും? കിട്ടുന്നത് 5,42,500. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കും. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് ഏത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള വഴികൾ. എങ്ങനെയാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? ആദ്യം എഴുതേണ്ടത് ഇൻകം ഫ്രം ഓപ്പറേഷൻ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസും എക്സൈസ് ഡ്യൂട്ടി കുറച്ചതിന് ശേഷമുള്ളതാണ്. സർവീസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അതിന്റെ സർവീസിൽ എന്താണോ അത് നോക്കിയിട്ട് അതിന്റെ ഡയറക്റ്റ് ഇൻകം എടുത്ത് എഴുതാം. ദെൻ അതർ ഇൻകം എഴുതാം. അത് ടോട്ടൽ ചെയ്യുക, ടോട്ടൽ റവന്യൂ ടോട്ടൽ ചെയ്യുക. ദെൻ എക്സ്പെൻസ് ചെയ്ത് എക്സ്പെൻസിൽ ആദ്യം എഴുതേണ്ടത് പിന്നെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. ആ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ
കൺസ്യൂമഡ് മാനുഫാക്ചറിങ് കൺസേൺ മാത്രമാണ് ഉണ്ടാവുക. ദെൻ രണ്ടാമത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് എഴുതേണ്ടത്, അതിവിടെ ഇല്ല. ദെൻ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ആണ് എഴുതേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും കൂടിയും പിന്നെ കമ്പയർ ചെയ്തിട്ട് എഴുതാം. പിന്നെ ഫിനാൻസ് എക്സ്പെൻസ് എന്ന് എഴുതാം, ഇൻട്രസ്റ്റോ ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കൊടുത്തതോ ലോണിന്റെ ഇൻട്രസ്റ്റ് കൊടുത്തതോ ഇത് എഴുതാം. പിന്നെ എഴുതേണ്ടത് പിന്നെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്, എംപ്ലോയിന് കൊടുത്ത സാലറി വേജസ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യാം. പിന്നെ എഴുതേണ്ടത് ഡിപ്രീസിയേഷൻ ആണ്, ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് അതർ എക്സ്പെൻസസ് ആണ്. അങ്ങനെ ടോട്ടൽ ചെയ്താൽ ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. അതിൽ നിന്നും അത് ടോട്ടൽ എക്സ്പെൻസിൽ നിന്നും റവന്യൂ കുറച്ചാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ദെൻ അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും ടാക്സ് കുറച്ചാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏണിംഗ് പെർ ഷെയർ കാണാം. ഏണിംഗ് പെർ ഷെയർ ഈക്വൽ ടു എങ്ങനെ എഴുതണം, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിന് എത്ര രൂപ ഈ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുമെന്ന് എഴുതാം, ഏണിംഗ് പെർ ഷെയറും എഴുതാം. ഇനി നമുക്കിത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഏതാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാലും ബാലൻസ് ഷീറ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാലും ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്നുകൂടിയും പിന്നെ ഷെഡ്യൂൾ ഒന്നും കൂടി നോക്കുക, ഷെഡ്യൂളിൽ നോക്കി വളരെ കൃത്യമായിട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൽ കുറേ ഉണ്ട് സ്റ്റേറ്റ്മെന്റിൽ, പക്ഷെ നമുക്ക് ആവർത്തിച്ച് ചോദിക്കുന്നത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാലൻസ് ഷീറ്റാണ് നമുക്കിനി നോക്കാനുള്ളത്. ബാലൻസ് ഷീറ്റ് ആസെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഫോർമാറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആസെറ്റ് 31/3/2015 എന്ന് എഴുതാം. ഇവിടെയും നമ്മൾ എന്ത് എഴുതണം, കഴിഞ്ഞ വർഷത്തെ കോളം എമൗണ്ട് കോളം എഴുതുമ്പോൾ വരക്കണം. ഞാനതും ഇവിടെ വരക്കുന്നില്ല, കാരണം നമുക്ക് സ്ഥലപരിമിതികളുണ്ട്, അതുകൊണ്ട് ഞാനതിവിടെ വരക്കുന്നില്ല. ഓക്കെ, ദെൻ നോട്ട് നമ്പർ എഴുതാനുള്ള കോളം, പെർട്ടിക്കുലേഴ്സ് എഴുതാനുള്ള കോളം, പെർട്ടിക്കുലേഴ്സ്, then note number, then figures as on 31/3/2015 ഫിഗേഴ്സ് എഴുതാനുള്ള കോളം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അസറ്റ് എഴുതാം. ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്, അസറ്റ് സൈഡ് ആണ്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് എഴുതേണ്ടത് എന്താ, നമുക്കറിയാം എന്താണ്, നോൺ കറന്റ് അസറ്റ് ആണ്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് എഴുതേണ്ടത് നോൺ കറന്റ് അസറ്റ്സ് ആണ്. നോൺ കറന്റ് അസറ്റിൽ ഫസ്റ്റ് എഴുതേണ്ടതാണ് PPE. എന്തൊക്കെയാണ്, പ്ലാന്റ്, ദെൻ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ ഒന്ന് നമുക്ക് എഴുതാം, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഇവിടെയാണ് എന്ത് എഴുതേണ്ടത്, നമ്മൾ പഠിച്ചതാണ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഫിക്സഡ് അസറ്റ് എഴുതുക. അതിനൊരു ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഓർഡർ എന്താണെന്ന് ശരിക്കും വായിച്ചു നോക്കുക. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റ് 3 എണ്ണമാണുള്ളത്. നമ്മളെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാ, കമ്പ്യൂട്ടർ ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ പിന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാം. എത്രാമത്തെ നോട്ടാണ്, 3 എണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നാലാമത്തെ നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്താ നാലാമത്തെ നോട്ട്, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അതിൽ ആദ്യം നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എഴുതാം. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ എമൗണ്ട് എത്രയാണ്, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 8,60,000 എന്നാണ്. 8,60,000 എന്നാണ്. 8,60,000. അതിന് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കണം. ഡിപ്രീസിയേഷൻ നമ്മൾ മുകളിലുള്ള മൂന്നാമത്തോ നാലാമത്തോ രണ്ടാമത്തോ അല്ലെങ്കിൽ മൂന്നാമത്തോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് 4,30,000 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറക്കുക. അത് കുറക്കുമ്പോൾ 4,30,000 കുറക്കുമ്പോൾ 8,17,000 എന്ന് കിട്ടും. 4,00,000 43,000 കുറക്കുക. 43,000 കുറക്കുമ്പോൾ 8,17,000 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം കുറക്കേണ്ടത്, ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കഴിഞ്ഞു. ദെൻ കമ്പ്യൂട്ടർ ആണ് കുറക്കേണ്ടത്. കമ്പ്യൂട്ടർ എത്രയാണ്, കമ്പ്യൂട്ടറിൽ 30,50,000 ആണ്. 30,50,000 എന്തുണ്ട്, ഡിപ്രീസിയേഷൻ കുറക്കാനുണ്ട്, ലെസ് ഡിപ്രീസിയേഷൻ കുറക്കാനുണ്ട്. ഡിപ്രീസിയേഷൻ കുറക്കാനുള്ള എത്രയാണ്, 10% അപ്പോൾ 3,05,000 എന്നുണ്ടാവും. 30,50,000 3,05,000 കുറച്ചാൽ ഈ 20,45,000 എന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആക്സസറീസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൂടിയുണ്ട്.
ആക്സസറീസ് എത്ര ആക്സസറീസ് 3,80,000 എന്നുണ്ട്. 3,80,000 ഇതെല്ലാം കൂടി കൂട്ടി അതിൻ്റെ നെറ്റ് എമൗണ്ട് എടുത്ത് എഴുതാം. 39,42,000 എന്നുണ്ട്. 39,42,000 അതെവിടെ എഴുതണം? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ കൊണ്ടുപോയി എഴുതാം. 39,42,000 അതാണ് ഫസ്റ്റ് നോൺ കറന്റ് അസറ്റ്. നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 12 മാസത്തിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ കറന്റ് അസറ്റ് എന്ന് വിളിക്കുക. ആ നോൺ കറന്റ് അസറ്റിൽ നമ്മൾ കൊണ്ടുപോയി എഴുതേണ്ടതാണ് എന്ത്? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. അടുത്തത് വേണ്ടത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. നമ്മളൊരു ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനായിട്ടില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഫിക്സഡ് അസറ്റ് നമ്മൾ ലാൻഡ് ഓഫ് ബിൽഡിങ് എന്ത് ചെയ്തിട്ടുണ്ട്? കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്, പക്ഷെ നമുക്ക് യെറ്റ് റെഡി ടു നോട്ട് യൂസ് ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എഴുതാനുള്ള സ്ഥലമാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അതൊന്നും നമ്മളെ ക്വസ്റ്റ്യനിലില്ല. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി നമ്മൾ ഇന്നലെ വിശദീകരിച്ചാണ്. കമ്പനി ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങാം. എന്തിനാ ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി എന്തിനാ? അതിൽ നിന്ന് റവന്യൂ വല്ല വരുമാനവും ഉപയോഗിക്കാൻ വേണ്ടി. ബിസിനസ് അതിൽ കമ്പനീൻ്റെ ബിസിനസ് അതിൽ ചെയ്യുന്നില്ല. അതിൽ നിന്ന് വല്ല വരുമാനം റവന്യൂ ആയിട്ട് റെന്റായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ എഴുതണം. അതും ഇവിടെ ഇല്ല. എഴുതേണ്ടത് ഇൻറ്റാൻജിബിൾ അസറ്റ് ആണ്. ഇൻറ്റാൻജിബിൾ അസറ്റിൽ ആദ്യം ഗുഡ് വില്ല് എഴുതണം. ഗുഡ് വില്ല് നമ്മളെ ക്വസ്റ്റ്യനിലില്ല. പിന്നെ അതർ ഇൻറ്റാൻജിബിൾ അസറ്റിൽ ട്രേഡ് മാർക്ക്, അതേപോലെയുള്ള റെസിപ്പീസ്, ബ്രാൻഡ്, ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ, പബ്ലിഷ്. ഇതുപോലെ കമ്പ്യൂട്ടറിന്റെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്, പക്ഷെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒന്നും ഇൻറ്റാൻജിബിൾ അസറ്റിൽ പറയുന്നില്ല. പബ്ലിഷിംഗ് ടൈറ്റിൽ, മൈനിങ് റൈറ്റ്സ്, കോപ്പി റൈറ്റുകളൊക്കെയാണ്. അതൊന്നും നമ്മളെ ക്വസ്റ്റ്യനിലില്ല. എഴുതേണ്ടത് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഫിനാൻഷ്യൽ അസറ്റിൽ ആദ്യം എഴുതേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റിന്റെ താഴെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതണം. അതിന്റെ അർത്ഥം എന്താ? 12 മാസത്തിൽ കൂടുതലാണെങ്കിൽ, അതായത് ഒരു വർഷത്തിൽ കൂടുതലുള്ള ഇൻവെസ്റ്റ്മെന്റ്, പ്രിഫറൻസ് ഷെയറിലോ ഇക്വിറ്റിയിലോ മറ്റു കമ്പനീന്റെ ഡിബഞ്ചറിലോ നമ്മളെ കമ്പനി കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തത്. ട്രേഡ് റെസീവബിൾ, സൺഡേ ഡെപ്റ്റേഴ്സോ ബിൽസ് റെസീവബിളോ 12 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ലോണ്, വേറെ ആർക്കെങ്കിലും കമ്പനി ലോൺ, നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു ലോൺ ഉണ്ട്, അത് കമ്പനി എടുത്ത ലോണാണ്. കമ്പനി ആർക്കെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ട്, സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ, അതാണ് പാർട്ടി എന്നൊക്കെ എഴുതി വെക്കണം. അതേസ് എഴുതണം. അതുമില്ല. ബയോളജിക്കൽ അസറ്റ് ആണ്. ലിവിങ് ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന്റെ കണക്കും നമ്മളെ ക്വസ്റ്റ്യനിലില്ല. ഡെഫേർഡ് ടാക്സ് അസസ്മെന്റ് ആണ്. അത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചാണ്. ടാക്സബിൾ ഇൻകവും അതേപോലെ തന്നെ പ്രൊജക്റ്റഡ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ ടാക്സബിൾ ഇൻകം, നമ്മൾ കൊടുത്ത പ്രൊജക്റ്റഡ് ഇൻകം വലുതും ടാക്സബിൾ ഇൻകം ചെറുതുമാണെങ്കിൽ ആ വ്യത്യാസം നമുക്കൊരു അസറ്റായിട്ട് എഴുതി വെക്കാം. അതർ നോൺ കറന്റ് അസറ്റ് ആണ്. അതിൽ നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെ? പ്രീമിയം എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, റിട്ടേൺ ഓഫ് കഴിഞ്ഞത് ബാക്കി ഉണ്ടെങ്കിലൊക്കെ എഴുതി വെക്കേണ്ടതാണ് അതർ നോൺ കറന്റ് അസറ്റ്. അതും നമ്മളെ ക്വസ്റ്റ്യനിലില്ല. നമുക്ക് ചെയ്യാനുള്ളത് അടുത്തതിൽ നോൺ കറന്റ് അസറ്റ് കഴിഞ്ഞു. കറന്റ് അസറ്റുകളാണ്. എന്താണ് കറന്റ് അസറ്റ്? 12 മാസത്തിൽ താഴെയുള്ളതിനെയാണ് നമ്മൾ കറന്റ് അസറ്റുകൾ എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ഇതിൽ ആകെ ഉണ്ടായിരുന്നത് നോൺ കറന്റ് അസറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ കറന്റ് അസറ്റ് ആണ്. കറന്റ് അസറ്റിൽ ഫസ്റ്റ് എഴുതുക ഏതാ? ഇൻവെന്ററി ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എഴുതുക. നമ്മളെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല, ഇൻവെന്ററി ഇല്ല, അതുകൊണ്ട് അത് എഴുതാൻ പറ്റില്ല. അടുത്തത് നോൺ കറന്റ് കറന്റ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. കറന്റ് ഫിനാൻഷ്യൽ അസറ്റിൽ നമ്മൾ എഴുതേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ്. അടുത്തത് എഴുതേണ്ടത് രണ്ടാമത് കറന്റ് അസറ്റുകളിൽ ഫസ്റ്റ് എഴുതേണ്ടത് ഇൻവെന്ററി ആണ്, അതില്ല. രണ്ടാമത് എഴുതേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റ് ആണ് രണ്ടാമത്തത് എഴുതേണ്ടത്. അതിൽ നമുക്ക് സാധനമുണ്ട്. അപ്പൊ രണ്ടാമത് എഴുതേണ്ടത് ഒന്നാമത് എഴുതേണ്ട സംഗതി ഇൻവെന്ററി, ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല. രണ്ടാമത് എഴുതേണ്ട ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ അസറ്റിൽ ആദ്യം എഴുതേണ്ടത് എന്താ? ഫിനാൻഷ്യൽ അസറ്റിൽ ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റിന്റെ താഴെ ഫസ്റ്റ് എഴുതേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഒരു വർഷത്തിനുള്ളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രിഫറൻസ് ഷെയറിലോ ഡിബഞ്ചറിലോ ഇക്വിറ്റി ഷെയറിലോ ഒരു വർഷത്തിന് താഴെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് മാർക്കറ്റബിൾ സെക്യൂരിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് കറന്റ് അസറ്റിന്റെ താഴെയുള്ള ഫിനാൻഷ്യൽ അസറ്റിലാണ് എഴുതേണ്ടത്. ട്രേഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൺഡേ ഡെപ്റ്റേഴ്സും ബിൽസ് റെസീവബിളും ഒക്കെ എഴുതേണ്ടത് ട്രേഡ് റെസീവേഴ്സിന്റെ കൂട്ടത്തിലാണ്. ഓക്കെ, അതിനെക്കുറിച്ച് 12 മാസത്തിൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മാത്രം നോൺ കറന്റ് അസറ്റിന്റെ ഫിനാൻഷ്യൽ അസറ്റിന്റെ താഴെ എഴുതുക. അല്ലാത്തതൊക്കെ എവിടെ എഴുതണം? ട്രേഡ് റെസീവബിളിന്റെ താഴെ എഴുതണം. നമുക്കുള്ളത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആണ്. ഇവിടെ നമ്മളെ ഈ ക്വസ്റ്റ്യനിലുള്ളത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. അപ്പൊ നമുക്കത് എഴുതാം. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്.
അത് നമുക്ക് അഞ്ചാമത്തെ നോട്ടായിട്ട് എഴുതാം. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. 5 ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിൽ എന്താ അത് എഴുതണം എന്ന് പറഞ്ഞ് ക്യാഷ് അറ്റ് ബാങ്ക് എഴുതണം, പിന്നെ ഡ്രാഫ്റ്റോ ചെക്കോ ഉണ്ടെങ്കിൽ എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ഇൻ ഹാൻഡ് എഴുതണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ് നമ്മളെ ക്വസ്റ്റ്യനിലുള്ളത്? ക്യാഷ് അറ്റ് ബാങ്ക് ഉള്ളത് 3,70,000 3,70,000 ക്യാഷ് അറ്റ് ബാങ്ക് ഉള്ളത്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ഉള്ളത് 1,00,000. 1,00,000. 3,70,000 1,00,000 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 4,70,000. ഈ 4,70,000 നമ്മൾ എവിടെ കൊണ്ട് എഴുതും? ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിന്റെ നോട്ടിന്റെ നേരെ 4,70,000 എന്ന് എഴുതി. പിന്നെ എഴുതേണ്ടത് മുകളിൽ പറഞ്ഞ ബാങ്കിൽ പെടാത്ത വേറെ എന്തെങ്കിലും ബാങ്ക് ഉണ്ടെങ്കിൽ അതും ഫിനാൻഷ്യൽ അസറ്റിന്റെ താഴെ എഴുതണം. ദെൻ അവസാനം പറഞ്ഞത് വല്ല ഫിനാൻഷ്യൽ ലോൺ പിന്നെ കറന്റ് അസറ്റിൽ പിന്നെ എഴുതേണ്ടത് ലോണുകളാണ്. ലോൺ വല്ല 12 മാസത്തിൽ താഴെയുള്ള ലോണും കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. അതും നമ്മളെ ക്വസ്റ്റ്യനിൽ ഇല്ല, അതുകൊണ്ട് അതും നമുക്ക് എടുത്തെഴുതണ്ട. പിന്നെ കഴിഞ്ഞാൽ നമുക്ക് കറന്റ് ടാക്സ് അസറ്റ് ആണ് എഴുതേണ്ടത്. കറന്റ് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് പെയ്ഡ് ചെയ്തതും നമ്മൾ ആക്ച്വലി നമ്മളെ കമ്പനി ടാക്സ് പെയ്ഡ് ചെയ്തതും നമ്മൾ ആക്ച്വൽ ടാക്സും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എഴുതേണ്ടതാണ് എവിടെ? കറന്റ് ടാക്സ് അസസ്മെന്റ്. ദെൻ അതർ കറന്റ് അസറ്റിൽ എക്സസ് ആയിട്ട് പെയ്ഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസുകൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാനുള്ളതാണ് ഏത്? അതർ കറന്റ് അസറ്റ്. അതർ കറന്റ് അസറ്റ് നമ്മളതിലില്ല. അപ്പം നമുക്ക് അസറ്റ് സൈഡ് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ഓക്കെ, 3,39,42,000 4,70,000 നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ടോട്ടൽ അസറ്റ് കിട്ടും. ടോട്ടൽ അസറ്റ് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ അസറ്റ് 44,12,000 എന്ന് കിട്ടും. ഓക്കെ, 44,12,000 ഏതിന് കിട്ടും? അസറ്റ് സൈഡിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അസറ്റ് സൈഡ് കഴിഞ്ഞ് നമുക്ക് ഏത് സൈഡിലേക്ക് പോവാം? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന സൈഡിലേക്ക് പോവാം. അത് മായ്ക്കാണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന സൈഡിലേക്ക് പോവാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റിയിൽ ആദ്യം എഴുതേണ്ടത് എന്താ? ഇക്വിറ്റി ഷെയർസ് ആണ്. ദെൻ പിന്നെ എഴുതേണ്ട അതർ ഇക്വിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇക്വിറ്റി ആൻഡ് ഷെയർസ് എന്ന ഭാഗത്തേക്ക് പോവാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സെക്കൻഡ് ഭാഗമാണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഇക്വിറ്റിയാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഇക്വിറ്റിയിൽ ഫസ്റ്റ് എഴുതേണ്ടത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് എഴുതേണ്ടത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നേരിട്ടാണ് തന്നിട്ടുണ്ട്. നമ്മളെ ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയായി തന്നിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർസ് 30 ലക്ഷം എന്ന് തന്നിട്ടുണ്ട്. അത് ഓതറൈസ്ഡ് 30 ലക്ഷം എന്ന് ഇവിടെ ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട്. അത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇത്ര, പിന്നെ ഇഷ്യൂഡ് ഇത്ര, സബ്സ്ക്രൈബ്ഡ് ഇത്ര, കൺപെയ്ഡ് ഇത്ര, കാൾഡപ്പ് ഇത്ര എന്ന് പറഞ്ഞ് നോട്ട്സ് തന്നെ എഴുതണം. നമ്മൾ കഴിഞ്ഞതിൽ ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത നോട്ട് പ്രിപ്പയർ ചെയ്തുള്ള 6ാമത്തതാണ്. എന്താണ് 6ാമത്തെ നോട്ട്? 6ാമത്തെ നോട്ട് എന്താണ്? 6 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആദ്യം എഴുതണം. എന്ത് എഴുതണം? ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ചില ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ്. ഇക്വിറ്റി ഷെയർസ് ഉണ്ട് 10 ഈച്ച്. അങ്ങനെ തന്നെ എഴുതണം. എന്നിട്ട് 4 ലക്ഷം എന്ന് എഴുതണം. എന്നിട്ട് ഇഷ്യൂഡ് ചെയ്തത് എത്രയായിരിക്കും? അതിൽ ചിലപ്പോൾ 30,000. അപ്പൊ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് എഴുതും. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് എഴുതും. എന്നിട്ട് ഇതിന്റെ എമൗണ്ട് ഇവിടെ എഴുതണം കേട്ടോ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് എഴുതും. ഇഷ്യൂഡ് ക്യാപിറ്റൽ ചിലപ്പോൾ അതിൽ 30,000 ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുള്ളൂ. 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. എന്നിട്ട് 3 ലക്ഷം എന്ന് ഇവിടെ എഴുതണം. എന്നിട്ട് അതിൽ ചിലപ്പോൾ ഇഷ്യൂഡിൽ ആളുകൾ സബ്സ്ക്രൈബ് ചിലപ്പോൾ എത്രയായിരിക്കും? 28,000 ഷെയർ ആയിരിക്കും. അപ്പൊ 28,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് എന്ന് പറഞ്ഞാൽ 2,80,000 എന്ന് എഴുതണം. ദെൻ സബ്സ്ക്രൈബഡ് കഴിഞ്ഞാൽ പിന്നെ കോൾഡപ്പ് ക്യാപിറ്റൽ എഴുതണം. ചിലപ്പോൾ 2,80,000 കോൾഡപ്പ് ചെയ്തിട്ടുണ്ട്.
ഉണ്ടാവും. ആ കോൾഡ് അപ്പ് ചെയ്തപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എന്തുണ്ടാവില്ല, പെയ്ഡ് അപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അൺപെയ്ഡ് കോൾഡ് അപ്പ് എന്ന് കുറച്ചിട്ട് ആ ബാക്കി എമൗണ്ട് എഴുതണം. ഈ എമൗണ്ടിനൊക്കെ താഴെ ഇങ്ങനെ ലൈൻ ഇട്ട് പോകണം. കാരണം എന്താ, അതൊന്നും നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതാനുള്ളതല്ല. ഏത് മാത്രം എടുത്ത് എഴുതാനുള്ളൂ? കാൾഡ് അപ്പിൽ പെയ്ഡ് അപ്പ് കുറച്ചതിന് ശേഷം, കാൾസിൻ്റെ അരിയർ കുറച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവിടേക്ക് എടുത്ത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒന്നുമില്ല. ആകെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര ഷെയർ ആണ് എന്ന് പോലും പറഞ്ഞില്ല. ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമുക്ക് എഴുതാം 30 ലക്ഷം. അപ്പോൾ അതിൻ്റെ വരെ താഴെ വരക്കണം, കാരണം അത് എഴുതാൻ പാടില്ല. ദെൻ ഓതറൈസ്ഡ്, ദെൻ ഇഷ്യൂഡ്. 3 ലക്ഷം 30 ലക്ഷം തന്നെയാണ് ഇഷ്യൂഡും, അതും അങ്ങനെ എഴുതുക. ദെൻ ഇഷ്യൂഡ്, ദെൻ സബ്സ്ക്രൈബ്ഡ്. ഇതൊന്നും എഴുതാനുള്ളതല്ല. സബ്സ്ക്രൈബ്ഡ് അതൊന്നും വ്യത്യസ്തം തരാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ എഴുതി പോകുന്നു 30 ലക്ഷം. ദെൻ സബ്സ്ക്രൈബ്ഡ്, ദെൻ കാൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ്. അതാണ് നമ്മൾ എഴുതേണ്ടത്. കാൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ആണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ നിന്നും വല്ല അൺപെയ്ഡോ കോൾസിൻ്റെ അരിയറോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അത് എത്ര തന്നെയാണ്? 30 ലക്ഷം തന്നെയാണ്. ആ 30 ലക്ഷമാണ് നമ്മൾ എവിടേക്ക് എടുത്തെഴുതേണ്ടത്? ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതേണ്ടത്. ആ 30 ലക്ഷം കൊണ്ട് എടുത്തെഴുതുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര? 30 ലക്ഷം. ഓക്കെ, 30 ലക്ഷം എന്ന് എടുത്തെഴുതാം. ഓക്കെ, ദെൻ ഇക്വിറ്റി ഷെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതർ ഇക്വിറ്റിയാണ്. ഇക്വിറ്റിയിൽ രണ്ടാമത്തെ എഴുതേണ്ടത് അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റിയിൽ ഏതൊക്കെയാണ് നമ്മൾ എഴുതുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് എഴുതുക. ഏതാ എഴുതാം? റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സിങ്കിങ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എവിടെ എഴുതേണ്ടത്? സ്പെഷ്യൽ ഫണ്ടുകളൊക്കെ എഴുതേണ്ടത് റിസർവ് എന്നുള്ള കുളത്തിലാണ്. സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിനോട് കൂടി ഈ വർഷത്തെ ബാലൻസ് എഴുതണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കുറക്കണം, ഇന്ററിൻ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കുറക്കണം, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ ഒക്കെ കുറക്കണം. ഓക്കെ, അങ്ങനെ എഴുതണം. ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ഒക്കെ കുറക്കേണ്ടത് സർപ്ലസ് എന്നാണ്. എന്നിട്ട് ആ ബാക്കി റിസർവുമായിട്ട് കൂട്ടിയിട്ട് എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏഴാമത്തെ എഴുതാം. ഏത്? അതർ ഇക്വിറ്റി. 7th one എഴുതാം. എന്താണ്? അതർ ഇക്വിറ്റി. ഏഴാമത്തത് അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റിയിൽ ആദ്യം റിസർവ്. റിസർവിൽ ഏതേ ഉള്ളൂ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ? ജനറൽ റിസർവ് മാത്രമേ നമ്മളെ ക്വസ്റ്റ്യനിലുള്ളൂ. ജനറൽ റിസർവ് എത്രയാണ്? ജനറൽ റിസർവ് 2 ലക്ഷം. 2 ലക്ഷം. ജൻ സർപ്ലസ്. സർപ്ലസിൽ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമ്മളെ ക്വസ്റ്റ്യനിലുണ്ടോ? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമ്മളെ ക്വസ്റ്റ്യനിലില്ല. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എഴുതാൻ പുതിയ നെറ്റ് പ്രോഫിറ്റ് എഴുതാം. എത്ര പുതിയ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മളെ കയ്യിലുള്ളത്? ടാക്സ് കൊടുത്തതിന് ശേഷം 5,42,500. കഴിഞ്ഞ വർഷത്തിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ എടുത്ത് എഴുതണം. അതിനോട് കൂടി അത് എന്ത് ചെയ്യണം? പുതിയത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തില്ല. ദെൻ നമുക്ക് ഇതിന് ലെസ് ചെയ്യണം. എന്ത്? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിലും കുറക്കണം. ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ദെൻ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കുറക്കണം. എത്രയുണ്ട് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്? ലെസ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. എത്ര പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കൊടുക്കാനാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 8% പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് ക്വസ്റ്റ്യനിൽ. അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കുറക്കണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അറ്റ് 8% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 30 ലക്ഷത്തിന്റെ എത്ര എഴുതണം? 30 ലക്ഷമാണ് നമ്മളെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 30 ലക്ഷം ഇൻറ്റു അതിന്റെ 8% പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. 30 ലക്ഷത്തിന്റെ 8% എത്രയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കിട്ടുക? 2,40,000 എന്ന് കിട്ടും. 2,40,000. അതേപോലെ തന്നെ ഇനി അതിന് ലെസ് ചെയ്യാനുള്ള കാര്യമാണ് എന്ത്? കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, CDT. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് CDT. നമ്മൾ CDT എത്ര കൊടുക്കണമെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ് CDT അറ്റ് 20% എന്ന് അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട്. CDT എത്ര ശതമാനമാണ്? 20%. എന്തിന്റെ 20% ആണ് CDT കൊടുക്കുക? 2 ലക്ഷത്തി എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് അതിന്റെ 20%. എത്രയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്? 2,40,000 ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതിന്റെ 20% ആണ് കുറയ്ക്കേണ്ടത്. അതിന്റെ 20% എത്രയുണ്ടാവും? 2,40,000 20% 48,000 എന്നുണ്ടാവും. ഇതെല്ലാം കൂടി എവിടുന്ന് കുറക്കുക? ഇന്നത്തെ നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറക്കുക. നെറ്റ് പ്രോഫിറ്റ് നിന്ന് കുറച്ചാൽ 2,54,500 എന്ന് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടി 2 ലക്ഷം 2,54,500 കൂടി കൂട്ടിയാൽ 4,54,500 എന്ന് കിട്ടും. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതുമ്പോൾ, അതർ ഇക്വിറ്റി എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. 4,54,500 അതാണ് അതർ ഇക്വിറ്റിയിൽ എഴുതാനുള്ളത്. ദെൻ അതർ ഇക്വിറ്റി കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടത് എന്താണ്?
നോൺ കറൻറ്റ് അസറ്റിൽ ഇക്വിറ്റിയിൽ ലയബിലിറ്റീസ് എഴുതി, ഇക്വിറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇനി നോൺ കറൻറ്റ് ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. നോൺ കറൻറ്റ് ലയബിലിറ്റി 12 മാസത്തിൽ കൂടുതലുള്ള ലയബിലിറ്റികൾ, ബാധ്യതകളാണ് എഴുതേണ്ടത്. അതിൽ എഴുതേണ്ടത് ഫിനാൻഷ്യൽ ലയബിലിറ്റിയാണ്. ഫസ്റ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ എഴുതേണ്ടത് ആദ്യം എന്താ? ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് പറഞ്ഞാൽ ലോണ് മറ്റുള്ളതാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ ലോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോവാം. ഏതാ? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഒന്ന് ഇക്വിറ്റി എഴുതി, ദെൻ 2 ലയബിലിറ്റിയിലേക്ക് പോവാണ്. ലയബിലിറ്റി സൈഡിൽ നമുക്ക് ആദ്യം എഴുതേണ്ടത് എന്താ? നോൺ കറൻറ്റ് ലയബിലിറ്റിയാണ്. നോൺ കറൻറ്റ് ലയബിലിറ്റിയാണ് അത് എഴുതേണ്ടത്. നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ ഫസ്റ്റ് വൺ എഴുതേണ്ടത് എന്താ? ബോറോയിങ്സ് ആണ്. ഫിനാൻഷ്യൽ, അതിൽ ഫസ്റ്റ് എഴുതേണ്ടത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്? ബോറോയിങ്സ് ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ഫസ്റ്റ് വൺ ബോറോയിങ്സ് ആണ്. നമ്മളിവിടെ ബോറോയിങ്സ് ഉണ്ട്. ഏതാ ബോറോയിങ്സ്? ലോൺ എന്ന് പറയുന്ന ബോറോയിങ്സ് ഉണ്ട്. ലോൺ വാങ്ങിയിട്ടുണ്ട്, നമ്മളെ കമ്പനി ലോൺ വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപേൻ്റെ ലോണാണ് അവിടെ ഉണ്ട്? ലോൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് 4,27,000 എന്ന് എഴുതിയിട്ടുണ്ട്. ആ ലോൺ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 4,27,000. ഇനി ലോൺ കഴിഞ്ഞു. അടുത്തത് എഴുതേണ്ടത് എന്താ? ട്രേഡ് പേയബിൾ ആണ്. സൺഡേ ഡെപ്റ്റേഴ്സോ ബിൽസ് പേയബിളോ 12 മാസത്തിൽ കൂടുതലുള്ള ലയബിലിറ്റി ആണെങ്കിൽ അത് ഇവിടെ ഇല്ല. അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്, അതും ഇവിടെ ഇല്ല. ദെൻ നോൺ കറന്റ് പ്രൊവിഷൻസ് ആണ്, അതും നമ്മളെ ക്വസ്റ്റ്യനിൽ ഇല്ല. ദെൻ പിന്നെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണുള്ളത്. അഥവാ നമ്മൾ കൊടുത്ത പ്രൊജക്റ്റഡ് ഇൻകം ചെറുതും നമ്മൾ ടാക്സിന്റെ ഇൻകം വലുതുമാണെങ്കിൽ ആ വ്യത്യാസം എഴുതാനുള്ളതാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. അതർ നോൺ കറന്റ് ലയബിലിറ്റീസും ഇവിടെ ഇല്ല. ദെൻ ഇനി പോവേണ്ടത് കറന്റ് ലയബിലിറ്റിയാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ കറന്റ് ലയബിലിറ്റി ഉണ്ട്. ബി കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റിയിൽ ആദ്യം എഴുതേണ്ടത് എന്താ? ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ്. ഫിനാൻഷ്യൽ അസറ്റ് ആണ്. കറന്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ് ആദ്യം എഴുതേണ്ടത്. ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ആദ്യം വരേണ്ടത് എന്താ? കറന്റിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ബോറോയിങ്സ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പോലെയുള്ള ബോറോയിങ്സ് ആണ്, അതിവിടെ ഇല്ല. ട്രേഡ് പേയബിൾ ആണ്. സാധാരണ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സൺട്രി ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ അവിടെയാണ് എഴുതേണ്ടത്. അറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ് പിന്നെ അത് എഴുതേണ്ടത്, അതുമില്ല. ദെൻ നമുക്ക് ഇവിടെ എന്തുണ്ട്? രണ്ടാമത് എഴുതേണ്ട കറന്റ് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി കഴിഞ്ഞാൽ രണ്ടാമത് എഴുതേണ്ട ഇതുണ്ട്. ഏതാണ്? അതർ കറന്റ് ലയബിലിറ്റീസ്. ഏതുണ്ട്? അതർ കറന്റ് ലയബിലിറ്റീസ് നമ്മൾ എഴുതേണ്ടത് എന്താ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് കാര്യങ്ങളാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്. ഏതാണ്? ഔട്ട്സ്റ്റാൻഡിങ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. എത്ര ഔട്ട്സ്റ്റാൻഡിങ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ട്? അഡീഷണൽ ഇൻഫർമേഷനിൽ 10,000. അപ്പൊ അത് എഴുതാനുണ്ട് 10,000. എന്താ പിന്നെ അതർ കറന്റ് ലയബിലിറ്റീസിൽ ഏതൊക്കെയാണ്? പിന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്, അത് ഇവിടെ അതർ കറന്റ് ലയബിലിറ്റിയിൽ എഴുതി. ദെൻ അടുത്തത് പ്രൊവിഷൻ ആണ് എഴുതേണ്ടത്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രൊവിഷൻ? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ CDT, എംപ്ലോയി ബെനിഫിറ്റ് പ്രൊവിഷൻ, ഇൻകം ടാക്സ്, CDT, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇതൊക്കെയാണ് എവിടെ എഴുതേണ്ടത്? അതർ പ്രൊവിഷനിൽ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കറന്റ് പ്രൊവിഷൻ എഴുതാം. പ്രൊവിഷൻ എന്ന് എഴുതാം. പ്രൊവിഷൻ കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഒരു നോട്ട് എഴുതാം. പ്രൊവിഷൻ. എട്ടാമത്തത് പ്രൊവിഷൻ. അപ്പൊ എട്ടാമത്തെ പിന്നെ നോട്ട് നമുക്ക് എഴുതാം പ്രൊവിഷൻ. 8 പ്രൊവിഷൻ. പ്രൊവിഷനിൽ നമ്മൾ എഴുതേണ്ടത് എന്താ? ടാക്സിന്റെ പ്രൊവിഷൻ എഴുതണം. ദെൻ CDT എഴുതണം. അതേപോലെയുള്ള കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ എഴുതണം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് പ്രൊവിഷൻ ആയിട്ടുള്ളത്? എട്ടാമത്തതായിട്ട് നമുക്ക് എഴുതാനുള്ളത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. ടാക്സേഷന്റെ പ്രൊവിഷൻ എഴുതാണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സ്. ഇത് എവിടെ ഉണ്ടാവുക? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ ടാക്സ് കൊടുത്തത്? 2,32,500. ദെൻ നമുക്ക് എഴുതാനുള്ളത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്, അതും ഇവിടെ എഴുതേണ്ടത്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ് ഒക്കെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ കൂടെ എഴുതണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് കൊടുത്ത എത്ര? 2,40,000. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം CDT, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാ? 48,000. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 5,20,500 എന്ന് കിട്ടും. അത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 5,20,500
500. ദെൻ പ്രൊവിഷൻ കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് എന്താ? അതർ കറന്റ് പ്രൊവിഷൻസ് കഴിഞ്ഞാൽ, കറന്റ് ലയബിലിറ്റിയിലെ പ്രൊവിഷൻ കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് കറന്റ് ടാക്സ് ലയബിലിറ്റിയാണ്. കറന്റ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ടാക്സ് ലയബിലിറ്റിയും ഇൻകം ടാക്സ് പ്രകാരമുള്ള ടാക്സ് ലയബിലിറ്റി നമ്മൾ കൊടുത്തതിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം എഴുതാനുള്ളതാണ് കറന്റ് ടാക്സ് ലയബിലിറ്റി. ഇത്രയാണ് ഈ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ് കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? നേരത്തെ അസറ്റ് സൈഡ് കിട്ടിയ പോലെ 44 ലക്ഷത്തി, ടോട്ടൽ ഓഫ് ദി ഇത് 44,12,000 എന്ന് കിട്ടും. ടോട്ടൽ ഇക്വിറ്റി 44,12,000 എന്ന് കിട്ടും. രണ്ട് സൈഡും എന്ത് ചെയ്യും? ഈക്വൽ ആവും. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്ര കിട്ടും? 44,12,000 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിന് എന്തുണ്ട്? ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലെയും അവർ പറയുന്നത് പോലെ, കമ്പനീസ് ആക്ട് 2013 പറയുന്നത് പോലെ ചില പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അവർ പറയുന്നുണ്ട്. അതും വളരെ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്നും കൂടി ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി പഠിക്കുകയും ചെയ്യുക.